ശമ്പളമില്ലേ പൈസ അല്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജുവാൻ ഹാങ് ഔട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇത് നമ്മുടെ സലാല ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ദിവസത്തെയും അവിടെ ചെന്നിട്ട് കറങ്ങാൻ ഇറങ്ങുന്ന ഫസ്റ്റ് ഡേയുടെയും കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞത് വീഡിയോ ലോങ് ആയി പോകും. അത് കാരണം നമ്മൾ ഫസ്റ്റ് ഡേയും കൂടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. രാവിലെ ഒരു 5 മണിയായപ്പോൾ ദുബായിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, എന്താ പറയുക, 12 മണിക്കൂറത്തെ യാത്രയാണ്. 1205 കിലോമീറ്റർ നമ്മൾ താണ്ടിയിട്ട് വേണം അങ്ങ് സലാലയിലെത്താൻ. നീണ്ട ഒരു ജേണിയാണ്. എന്നാലും അത്ര വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ നിർത്തി കുറച്ചൊക്കെ റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മോർണിംഗത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പിള്ളേരും ഒക്കെ ഉള്ള കാരണം നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ നിർത്തിയ കാരണം വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രാത്രി അവിടെ 10 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ ദിവസമുള്ള വീഡിയോസാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി സലാലയെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. അപ്പോൾ വഴിയെ ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, എവിടേക്കൊക്കെ പോകണം എന്ന് പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാം കേട്ടോ. യിൽ നിന്ന് ഈ സലാലയ്ക്ക് പോകുന്ന ഒരു 10 മണിക്കൂറും ഏതാണ്ട് ഓൾമോസ്റ്റ് ഫുൾ ടൈം ഈ കാണുന്ന വഴിയാണ്. അങ്ങോട്ട് അപ്പുറവും ഇപ്പുറവും ഇതുപോലെ കിടക്കുന്ന ഒരു ഇതാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ സലാല എത്തുന്നതിന് മുന്നേ ഒരു ചെറിയൊരു മലയുണ്ട്. അത് കയറി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ സലാല. പക്ഷെ ആ മല എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു വൈബാണ്. ഫുൾ മഞ്ഞ്. നമ്മൾ അത്ര നേരം ചൂടത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് ആ മലയിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല മഞ്ഞ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. തൊട്ടടുത്ത വണ്ടികൾ പോലും കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരുന്നു സത്യം പറയാം. പക്ഷെ ചേട്ടനും അവരൊക്കെ കഴിഞ്ഞ കൊല്ലം പോയിട്ടുള്ള അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മല കയറി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ സലാല എന്ന മനോഹരമായ ഗ്രാമം എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസാണ് കേട്ടോ. ഒമാനിലത്തെ അടിപൊളി പ്ലേസാണ് സലാല. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ലൈറ്റുകളൊക്കെ കണ്ടില്ലേ, അതാ സിറ്റിയിലത്തെ ഒക്കെ ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഫ്ലാറ്റാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ്. അപ്പോൾ ഇവിടെ 2 റൂമായിട്ട് എടുത്തത്. ഒരു റൂമിൽ 2 ബെഡ്റൂം പോലത്തെ 2 ഫ്ലാറ്റ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു റൂമിൽ ഞങ്ങളും ചേട്ടൻ്റെ നിന്ന്, അപ്പുറത്തെ റൂമിൽ കണ്ണൻ ചേട്ടനും ശരത്ത് ചേട്ടനും. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂംസും ഹാളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സീസണിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു ദിവസത്തേക്ക് 45 റിയാലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഫുൾ ഡേക്കുള്ള ബുക്കിംഗ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേക്ക് ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇപ്പോൾ രാത്രി ആയാലും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഇത്ര രൂപയ്ക്കായാലും നമ്മൾ ഒരു ദിവസം ബുക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ ദിവസത്തേക്കുള്ളത് അവിടെ അടുത്ത് പുറത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കാട്ടും അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ അതായിരിക്കും നമുക്ക് ക്യാഷൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മാർഗ്ഗം. അപ്പോൾ അതെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം. പച്ച പോയി പൊളി. അയ്യോ ചായ ഉണ്ടാക്കി കുടിക്കാം. പൊളി.
ഇതെങ്ങനെ ഈ ഒരു പോലത്തെ ഇതുണ്ട്. അച്ചു ഏതോ ഇങ്ങോട്ട് നോക്ക് മുഖം നോക്കട്ടെ അമ്മ. ഷൂട്ട് ഇനി കേടാവും. ജിജു കൊടുത്തിരുന്നേ നോക്കിയടാ കുഞ്ഞൂസ്. ജിജു കാണാനാണ്. ഞാൻ പടം പിടിച്ചേരാ. അപ്പോൾ നെക്സ്റ്റ് അവിടെ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ചെരുപ്പിട്ട് പോവുക കേട്ടോ. എന്താ പറയുക, വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രശ്നമില്ലാത്ത നല്ല ചെരുപ്പിട്ടിട്ട് നടക്കുക. എന്നുവെച്ചാൽ സ്ലിപ്പേഴ്സ് ഒന്നും തീരെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഒക്കെ പൊട്ടാനും പിന്നെ കാലൊക്കെ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിലുള്ള നല്ല ചെരുപ്പ് എന്തായാലും ചൂസ് ചെയ്യുക കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ ചെറിയ ചാറ്റിൽ എന്തായാലും ഉണ്ടായിരിക്കും. റെയിൻ കോട്ട് ഇടാൻ വെച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുട പിടിച്ചടക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ, കുഴപ്പമില്ല. എന്നാലും അഞ്ചു അഞ്ചു കൂടെ നോക്കറി. അത് കണ്ടിട്ട് അണ്ടെടുത്ത് നിൽക്കണ വെള്ളച്ചാട്ടത്തിന്റെ എടുത്ത് ഞാൻ എടുക്കാം.
കൊടുത്തു കൊടുത്തു. എനിക്കൊരു പീസ് തരുമോ? I have also sauce. There is sauce. I know, wait. Kids make problem. Wait, man. Check, huh? This is salt. Good. For no. children, no problem. Number one, Mishkako. His name Mishkako. മിഷ്കാക്കോ? Yeah. Normal name Mishkat. മിഷ്കാക്ക്. But I call nickname Mishkako. Mishkako. വാവ്. How's ചിക്കനാ? Huh? ക്യാമൽ. ഇല്ല. ചിക്കനില്ലേ? ചിക്കൻ മേടിക്കാം. എനിക്ക് ചിക്കൻ മതി. ഇനി മട്ടൻ. അവൾ ബസ് हो गया. Finish. ഇത്രയും? സലാത്ത എടാ നീ രണ്ടെണ്ണം മേടിച്ചാ? മൂന്ന് കിലോ. Last year I did. same Kerala? Better than this is location. Yeah, I know. I visit Kerala. Maybe how is Kerala? It's a big place. This is Kerala small but Kochi, Kunnam Kalam, കുന്നംകുളം. هذا مال مايسور. هذا كبير building. بعدين انا اروح بنغلور. هذا كله كيرلا سمسم نروح. 6 days I sit in Kerala. India كبيرة. Big. ചമ്പലം ഇല്ലേ പൈസ അല്ലേ? ചിക്കൻ രണ്ടെണ്ണം മതി. രണ്ടെണ്ണം മതി അല്ല. ഇത് നോക്കി ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് പോവും. ഇത് നമ്മുടെ ദുബായ് പോലത്തെ ശാന്തമായ ബീച്ച് നെയ് നല്ല വയലന്റ് ബീച്ചാ. നാട്ടിക ബീച്ച് അതാ ഒരു തിന്നു എല്ലാരും പറക്കി തിന്നാനായിട്ടാ അവിടെ. മാങ്ങയുണ്ട് ചേച്ചി. കറക്കം കഴിഞ്ഞ് വരുമ്പോ ഒരു കൊല്ലം പൈസ